ഹലോ ഗായ്സ്, എന്തായി എല്ലാവരും? ന്യൂ ഇയറൊക്കെ അവിടം വരെ ആയി. നമുക്കിന്നൊരു വെറൈറ്റി ഐറ്റം നോക്കിയാലോ. ഈ ഐറ്റം ആരാ കണ്ടുപിടിച്ചതെന്നൊന്നും എനിക്കറിയാൻ പാടില്ല, പക്ഷേ ആര് കണ്ടുപിടിച്ചതായാലും കിടില ഐറ്റം എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനം. ഞാനേ എൻ്റെ ചെറുതിലെ ഉമ്മച്ചൊക്കെ ആയിട്ട് പുറത്ത് പോകുമ്പോൾ കടയിൽ പല കളറിൽ ലേസിൻ്റെ പാക്കറ്റ് ഇങ്ങനെ നമ്മൾ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ ഉമ്മച്ചിനെ നോക്കിയിട്ട് ചോദിക്കും, ഉമ്മച്ചി പറഞ്ഞ് എനിക്ക് മേടിച്ചു തരുമോ? അല്ലോ, അപ്പോൾ ആ ലേസിനും കുർക്കുറേക്കൊന്നും ഇല്ലാത്ത ഒരു നെഗറ്റീവ് ഉണ്ടാവില്ല. അത് കഴിച്ചാൽ അങ്ങനെയാവും, അത് കഴിച്ചാൽ ഇങ്ങനെയാവും. പക്ഷെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ചീറ്റോസും കുർക്കുറയും തന്നെയാണ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകണമായിട്ട് ഏകദേശം എല്ലാവർക്കും ഒന്നും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്നിട്ട് പറയാം, അന്നൊക്കെ എന്നോട് പറയും അത് പിള്ളേർ കഴിക്കാൻ പാടില്ല, പിള്ളേർ കഴിച്ചാൽ അങ്ങനെ പറ്റും ഇങ്ങനെ പറ്റും. പക്ഷേ ഈ ഒരു ഐറ്റം ആ ഒരു കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് വീട്ടിലുണ്ടാക്കി കഴിക്കായിരുന്നു. പക്ഷെ അത് ഞാനിപ്പോഴാണല്ലോ കാണുന്നത് ഇങ്ങനെ. അപ്പോൾ കിടിലായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കഴിച്ച് നോക്കണം. വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒറ്റ ഒരുപോലെ ഇഷ്ടമാണ് ഒരു ഐറ്റം. അപ്പോൾ നമ്മളിങ്ങനെ ഇതൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്കൊക്കെ മേടിച്ചു തരാം, നമുക്കിങ്ങനെ വിഷമമൊക്കെ ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഈ ഒരു ഐറ്റം ഉണ്ടാക്കി കഴിച്ചപ്പോൾ നമ്മൾ സെറ്റായി. ഐറ്റം ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ? നമ്മളെ കുർക്കുറെ പാസ്ത തന്നെ, അത് തന്നെ ഞങ്ങൾ സെറ്റായി. നോക്ക്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ പറഞ്ഞില്ലേ, പ്ലേറ്റ് കാലിയാവണ വഴി അറിയില്ല. അപ്പോൾ ഓക്കെ, ബൈ.